കേരളത്തിലെ കോൾപ്പാടങ്ങളിലെ പോളപ്പായലുകൾ നീക്കം ചെയ്യുന്നതിനും അതുപോലെ തന്നെ തോടുകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നതിനും പുഴകൾ ഡ്രഡ്ജ് ചെയ്യുന്നതിനുമെല്ലാമായാണ് കേരള കാർഷിക ഗവേഷണ കേന്ദ്രം ഇത്തരത്തിലൊരു ഡ്രഡ്ജ് ക്രാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പേരാമ്പ്രയിലുള്ള മലയിൽ ഇൻഡസ്ട്രീസാണ് ഈ യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത്. 85 ലക്ഷം രൂപ മുടക്കിയാണ് ഇത് കേരള അഗ്രികൾച്ചർ ഗവേഷണ കേന്ദ്രത്തിനു വേണ്ടി ഇത്തരത്തിലൊരു യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിൽ പലയിടങ്ങളിലായി തോടുകൾ ശുചീകരിക്കുന്നതിനും മറ്റുമായാണ് നിലവിൽ ഉപയോഗിച്ചു വരുന്നത്. ഒരേ സമയം ചെളിയിലും അതുപോലെ തന്നെ ഒഴുക്കുള്ള വെള്ളത്തിലും ഈ യന്ത്രം ഉപയോഗിച്ച് ഡ്രഡ്ജ് ചെയ്യാമെന്നുള്ളതാണ്. വലിയ ആഴമില്ലാത്ത ഇടങ്ങളിൽ പോലും ഇവിടെ ഈ യന്ത്രം ഉപയോഗിച്ച് ഡ്രഡ്ജ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. 4 നോട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ സ്റ്റെബിലൈസേഷൻ പ്രവർത്തിപ്പിക്കാതെ തന്നെ ഡ്രഡ്ജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പരമാവധി 6.5 നോട്ട് വരെയാണ് ഒഴുക്കുള്ള വെള്ളത്തിലാണ് ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുക. പക്ഷേ അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗംഗാവലിയിൽ വലിയ രീതിയിലുള്ള ഒഴുക്കാണ് ഉള്ളത്. അതുകൊണ്ട് ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 12 നോട്ട് വരെ ഒഴുക്ക് എത്തി എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ യന്ത്രം ഒരുപക്ഷെ അവിടത്തേക്ക് ഡ്രഡ്ജ് ചെയ്യുന്നതിനും മറ്റുമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അറിയാവുന്നവർ തന്നെ പറയുന്നു. തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഈ യന്ത്രം ഇൻസ്പെക്ഷൻ നടത്തി ആവശ്യമെങ്കിൽ ഗംഗാവലിയിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കർണാടകയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ഈ ഡ്രഡ്ജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ടെക്നിക്കൽ വശങ്ങൾ കർണാടകയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി 3 ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ യന്ത്രം നിർമ്മിച്ച കമ്പനിയുടെ MD ആണ്. മറ്റ് 2 ഉദ്യോഗസ്ഥർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പോയിട്ടുള്ളത്. എന്തായാലും അനുമതി ലഭിക്കുകയാണെങ്കിൽ കർണാടകയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഗംഗാവലിയിലെ സാഹചര്യങ്ങൾക്ക് ഈ യന്ത്രം മതിയാകുമോ എന്നൊരു ചോദ്യവും ഇവിടെ ഉയരുന്നു.